ജെൻസന് വിട നൽകി പ്രതിസുത വധു ശ്രുതി. ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലേക്ക് ജെൻസന്റെ മൃതദേഹം എത്തിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് ഇരുവരും സഞ്ചരിച്ച വാൻ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ജെൻസന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച ജെൻസന്റെ മരണം ഇന്നലെ രാത്രിയോടെയാണ് സ്ഥിരീകരിച്ചത്. പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് വിധേയായിരുന്നു. ജെൻസൻ തിരിച്ചുവരില്ല എന്നുറപ്പായതോടെ ശ്രുതിയോട് ജെൻസന്റെ നില അറിയിച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പ് തന്നെ ജെൻസനെ ശ്രുതി കണ്ടു. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ശേഷം പൊതുദർശനം നിശ്ചയിച്ചിടത്തേക്ക് മൃതദേഹം എത്തിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ജെൻസനെ ഒരിക്കൽ കൂടി കാണണമെന്ന ആവശ്യം ശ്രുതി അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും കാണിക്കാനായി ICUവിലെത്തിച്ചു. ഇവിടെ നിന്ന് അന്ത്യചുംബനം നൽകിയാണ് ശ്രുതി ജെൻസനെ യാത്രയാക്കിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ജെൻസന്റെ മൃതദേഹം അമ്പലവയൽ അണ്ടൂർ ഗ്ലോറസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് ജെൻസനെ അവസാനമായി കാണാനെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിൽ വെള്ളാനംകുന്നിന് സമീപം വെച്ച് അപകടമുണ്ടായത്. ജെൻസനായിരുന്നു വാൻ ഓടിച്ചിരുന്നത്. ജെൻസന്റെ മൂക്കിൽ നിന്നും തലയോട്ടിയുടെ പുറത്തും അകത്തുമായി രക്തസ്രവമുണ്ടായിരുന്നു. അപകടത്തിന് ശേഷം ഫയർഫോഴ്സ് എത്തിയാണ് ജെൻസൻ അടക്കമുള്ളവരെ പുറത്തെടുത്തത്. ശ്രുതിക്ക് കാലിനാണ് പരിക്കേറ്റത്. വാനിലുണ്ടായിരുന്ന മറ്റ് 7 പേരുടെ പരിക്ക് സാരമുള്ളതല്ല.